കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു യുഗം അസ്തമിച്ചു. കെ.എം. മാണി കാലത്തിന് മുമ്പേ നടന്ന പ്രതിഭാശാലി, കേവലം ആൾക്കൂട്ടത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റിയ തിഷണാശാലി, ദീർഘവീക്ഷണവും കർമ്മനിരതനായ പോരാളി, ദീർഘവീക്ഷണത്തിൽ സ്ഫുടം ചെയ്തെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, കേരളത്തിൻ്റെ ലീഡർ കെ.എം. മാണി അന്തരിച്ചു. അധ്വാനവർഗ സിദ്ധാന്തമെന്ന ആശയ സംഹിതയിൽ കേരള കോൺഗ്രസിന് അസ്തിത്വമുണ്ടാക്കിയ ദീർഘദർശി, ഭൂമിശാസ്ത്രപരവും സാമൂഹികവും സാമുദായികവുമായ ഘടകങ്ങൾ പ്രത്യേക അനുപാതത്തിൽ ഒന്നിക്കുമ്പോൾ ഒരു സവിശേഷ സംസ്കാരം രൂപം കൊള്ളും. ഈ നൂതന സംസ്കാരത്തിൻ്റെ ആർജവം ഉൾക്കൊണ്ട് വളരുന്ന സമൂഹത്തിൻ്റെ പ്രത്യേക സന്ധിയിൽ അപൂർവ വ്യക്തിത്വമാർന്ന ചില പ്രതിഭാശാലികൾ പ്രത്യക്ഷപ്പെടും. കാലത്തിൻ്റെ നെടുമ്പാതയിൽ വല്ലപ്പോഴുമൊക്കെ മാത്രം പ്രത്യക്ഷപ്പെടുന്ന സുവർണ നക്ഷത്രങ്ങൾ. കേരളത്തിന് വെളിച്ചമായിരുന്ന ആ സുവർണ നക്ഷത്രം അസ്തമിച്ചു. പ്രായോഗിക സമ്പദ് ശാസ്ത്രത്തിൻ്റെ ശില്പി, ശരാശരി കേരളീയ ജീവിതത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം ബജറ്റുകളിൽ ചിട്ടപ്പെടുത്തിയ സരളമായ സമ്പദ് ശാസ്ത്രമായിരുന്നു ശ്രീ കെ.എം. മാണിയുടേത്. കർഷകൻ്റെ തുടിക്കുന്ന ജീവിതതാളം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ രാഷ്ട്രീയ ദർശനം, എതിരാളികൾ പോലും തലകുലുക്കിയ സാമ്പത്തിക അവലോകനമായിരുന്നു ശ്രീ കെ.എം. മാണിയുടേത്. ഇത്രയും സുസമ്മതനായി 5 പതിറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മറ്റൊരു കർമ്മയോഗിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്കായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ യുഗപ്രഭാവനായ കാറൽ മാർക്സ് വിഭാവന ചെയ്ത ദാസ് ക്യാപിറ്റൽ പൊളിച്ചെഴുതി തൻ്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തി സ്വന്തം മണ്ണിൽ പ്രായോഗിക ഭേദഗതികളോടെ പരീക്ഷിച്ച രാഷ്ട്രീയ ദിക്ഷണാശാലി മാണിയുടെ മൂലധന സിദ്ധാന്തങ്ങൾക്ക് മണ്ണിൻ്റെ മക്കളുടെ മനസ്സറിയാമായിരുന്നു. കുടിയേറ്റ കർഷകൻ്റെ വേവും ചൂടും തിരിച്ചറിയാമായിരുന്നു. സ്വന്തം നാടിൻ്റെ പരിമിത വൃത്തങ്ങൾക്കകത്ത്, വിഭവ പരിമിതികൾക്കകത്ത് നിന്ന് പോരാടിയ കർഷകൻ്റെ മനസ്സായിരുന്നു എന്നും ശ്രീ കെ.എം. മാണിയുടേത്. രാഷ്ട്രീയപരമായി വിപരീത ദിശകളിൽ സഞ്ചരിച്ചവർ പോലും മാണി സാർ എന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചത് സമാനതകളില്ലാത്ത ആ വ്യക്തിപ്രഭാവം മാനിച്ചുകൊണ്ടാണ്. 13 തെരഞ്ഞെടുപ്പുകൾ, 54 വർഷമായി ഒരേ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധി, തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് നിരവധി എതിർപ്പുകളെ അതിജീവിച്ച് MLA ജയിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. എങ്കിലും കെ.എം. മാണി ജേതാവായിരുന്നു. 24 മണിക്കൂറിൽ 18 മുതൽ 20 മണിക്കൂർ വരെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അപൂർവം നേതാക്കളിൽ ഒരാൾ, സ്വയം നിരന്തര മാറ്റങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം, ലോകത്തിൻ്റെ ഏതു കോണിൽ നടക്കുന്ന മാറ്റങ്ങളും മുൻകൂട്ടി അറിഞ്ഞ് ആവശ്യമായ മാറ്റങ്ങളും വികസനങ്ങളും അതിവേഗത്തിൽ തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ക്രാന്തദർശി, ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും ഇടനിലക്കാരെയോ പ്രാദേശിക നേതാക്കളെയോ കൂട്ടാതെ തന്നെ നേതാവിൻ്റെ അടുക്കൽ നേരിട്ടെത്തി കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന തരത്തിൽ 50 വർഷത്തെ ബന്ധത്തിൻ്റെ തീവ്രത നിലനിർത്തി സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ. ഒരു ജനപ്രതിനിധി 1965 മുതൽ തുടർച്ചയായി ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ 13 പൊതു തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ച് 54 വർഷം ജനപ്രതിനിധിയായി തുടരുക എന്നത് രാഷ്ട്രീയക്കാർക്കും സാധാരണ ജനങ്ങൾക്കും മാത്രമല്ല, നേതൃത്വ മാനേജ്മെൻറ്റ് രംഗങ്ങളിൽ ഗവേഷണം നടത്തുന്നവർ പോലും പഠനവിധേയമാക്കേണ്ട പ്രതിഭാസമാണ്. കഴിഞ്ഞ 54 വർഷം 4 തലമുറയെ തന്നോടൊപ്പം നിർത്തി ഒരേ മണ്ഡലത്തിൽ നിന്നും വ്യത്യസ്തരായ എതിരാളികളെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവ്. ആർക്കും തകർക്കാനാവാത്ത രാഷ്ട്രീയ ഭരണരംഗത്തെ കെ.എം. മാണിയുടെ തനത് റെക്കോർഡുകൾ അപൂർവങ്ങളിൽ അത്യപൂർവം തന്നെ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രി, 54 വർഷം ഒരേ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 13 തെരഞ്ഞെടുപ്പുകളിലായി വിജയിച്ച് MLA ആയ ഏക നിയമസഭാംഗം. 1965 തുടങ്ങിയ ആ ജൈത്രയാത്ര ഇന്നും തുടരുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗമായ വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാനത്ത് മന്ത്രിയായ വ്യക്തി, 24 വർഷം.
നിരവധി വകുപ്പുകളിൽ കേരളത്തിൽ ഭരണം നടത്തിയ ഏക മന്ത്രി, ഏറ്റെടുത്ത വകുപ്പുകളിലൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ജനനേതാവ്. വിവിധ ദേശങ്ങളിൽ കാലഘട്ടങ്ങളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ചരിത്രാന്വേഷകർക്ക് കണ്ടെത്താൻ കഴിയും. സാഹിത്യാദി കലകളിൽ നൂറ്റാണ്ടുകളുടെ ഇടവേളകളിൽ ആകസ്മികമായി വന്നെത്തുന്ന ഇത്തരം പ്രതിഭകളുടെ സമ്പന്ന സാന്നിധ്യം പെട്ടെന്ന് അനുഭവവേദ്യമാവുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ മറ്റു മേഖലകളിൽ പൊതുവെ ഇതത്ര സ്പഷ്ടമാകുന്നില്ല. രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഒരാശയ സംഹിതയുടെ ആകർഷണത്തിൻ്റെ ഊർജം പേറി വളർച്ചയുടെ ആദിപടികൾ കയറുന്ന ഒരാൾ യാഥാർത്ഥ്യങ്ങളുടെ കല്ലും മുള്ളും ചവിട്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമായ വിമർശനങ്ങളുടെയും അസഹിഷ്ണുതയുടെയും മരുഭൂമികൾ പിന്നിട്ട് സ്വന്തം പ്രതിച്ഛായയുടെ തണലിൽ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ പ്രാപ്തി നേടിക്കഴിയുമ്പോൾ മാത്രമേ രാഷ്ട്രീയത്തിൽ സ്ഥാനം നേടുകയുള്ളൂ. അപ്പോഴേക്കും സാമാന്യ ജനങ്ങളും പലപ്പോഴും അവനവൻ തന്നെയും തൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്ത ആ സംസ്കാരത്തെ മറഞ്ഞു കഴിഞ്ഞിരിക്കും. ഇതിനൊരപവാദമാണ് കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച KM മാണി, കേരള രാഷ്ട്രീയത്തിൻ്റെ നെടുംപാതയിലെ ആ സുവർണ നക്ഷത്രം.